ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PhD പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. ഇപ്പോഴത്തെ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അപ്പോൾ പീയൂഷ് ഗോയലിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? വാണിജ്യം, വ്യവസായം. ഇപ്പോഴത്തെ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. 2023 കിളസാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൽപ്പറ്റ നാരായണൻ. 2023 കിളസാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൽപ്പറ്റ നാരായണനാണ്. 2024 ഇന്ത്യയിൽ നടന്ന ലോക കാലാവസ്ഥാ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ സെമിനാറാണ് മേഗെയിൻ 24. മേഗെയിൻ 24 2024 ഇന്ത്യയിൽ നടന്ന ലോക കാലാവസ്ഥാ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ സെമിനാറാണ് മേഗെയിൻ 24. കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024 വേദിയായ ജില്ലയാണ് കാസർഗോഡ്. കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024 വേദിയായ ജില്ല ഏതാണ്? കാസർഗോഡാണ്. കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024 വേദിയായ ജില്ലയാണ് കാസർഗോഡ്. ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് ഹൈദരാബാദ്. 2023 ഒക്ടോബറിൽ ഓട്ടിസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യമാണ് മെക്സിക്കോ. 2023 ഒക്ടോബറിൽ ഓട്ടിസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. അപ്പം ഓട്ടിസ് ചുഴലിക്കാറ്റ് വീശിയത് എന്നാണ്? 2023 ഒക്ടോബറിലാണ്. 2023 ഒക്ടോബറിൽ ഓട്ടിസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ്? മെക്സിക്കോ. ഓട്ടിസ് മെക്സിക്കോ. ഓട്ടിസ് മെക്സിക്കോ. PM സൂര്യഘർ പദ്ധതിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. PM സൂര്യഘർ പദ്ധതിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2023 കിളശ്രീ പുരസ്കാരം ലഭിച്ച VP ഗംഗാധരൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 കിളശ്രീ പുരസ്കാരം ലഭിച്ച VP ഗംഗാധരൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യ മേഖല. അപ്പോൾ 2023 കിളശ്രീ പുരസ്കാരം ലഭിച്ച ആരാണ്? VP ഗംഗാധരനാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യ മേഖല. VP ഗംഗാധരൻ ആരോഗ്യ മേഖല. ഏഷ്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാലയാണ് ഏത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ. ഓപ്പറേഷൻ യെല്ലോ. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ. നിലവിലെ ഇറാൻ പ്രസിഡൻ്റാണ് മസൂദ് പെസഷ്കിൻ. നിലവിലെ ഇറാൻ പ്രസിഡൻ്റ് ആരാണ്? മസൂദ് പെസഷ്കിൻ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ. ഇറാൻ മസൂദ് പെസഷ്കിൻ. 2024 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ഇറ്റലി. അപ്പോൾ 2024 എത്രാമതാണ്? 50ാമത് G7 ഉച്ചകോടിയാണ്. 2024 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണം 2023 നവംബറിൽ 65% ഉയർത്തി ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് ബീഹാർ. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണം 2023 നവംബറിൽ എത്ര ശതമാനമാക്കി? 65% ഉയർത്തി ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹയായ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ്. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹയായ ഇന്ത്യൻ വംശജ ആരാണ്? നന്ദിനി ദാസ് ആണ്. 2024 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അപ്പോൾ ഇൻസാറ്റ് 3DS എന്താണ്? ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. എന്നാണ് വിക്ഷേപിക്കുന്നത്? 2024 ഫെബ്രുവരിയിലാണ്. 2024 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. കേരളത്തിലെ ആദ്യ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിന് വേദിയാകുന്ന നഗരമാണ് കൊച്ചി.
കേരളത്തിലെ ആദ്യ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിന് വേദിയാകുന്ന നഗരം ഏതാണ്? കൊച്ചിയാണ്. നിലവിലെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. നിലവിലെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല തണുപ്പും നല്ല സുഖമല്ലേ. അപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. IPL ചരിത്രത്തിൽ ആദ്യമായി താരലീല നിയന്ത്രിച്ച വനിതയാണ് മല്ലിക സാഗർ. അപ്പം നിലവിലെ IPL ചരിത്രത്തിൽ വനിതകൾ ആരും തന്നെ താരലീല നിയന്ത്രിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു വനിത എന്ത് ചെയ്യുന്നത്? താരലീല നിയന്ത്രിക്കുന്നത്. ആ വനിതയുടെ പേരെന്താണ്? മല്ലിക സാഗർ എന്നാണ്. IPL ചരിത്രത്തിൽ ആദ്യമായി താരലീല നിയന്ത്രിച്ച വനിതയാണ് ആര്? മല്ലിക സാഗർ. IPL ചരിത്രത്തിൽ ആദ്യമായി താരലീല നിയന്ത്രിച്ച വനിതയാണ് മല്ലിക സാഗർ. 2024 പുതുവർഷത്തെ വരവേറ്റ ആദ്യത്തെ രാജ്യമാണ് കിരിബാത്തി. 2024 പുതുവർഷത്തെ വരവേറ്റ ആദ്യ രാജ്യം ഏതാണ്? കിരിബാത്തി. 2024 പുതുവർഷത്തെ വരവേറ്റ ആദ്യത്തെ രാജ്യമാണ് കിരിബാത്തി. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനം ലഭ്യമാക്കാൻ റോബോട്ടിനെ നിയോഗിച്ച എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? ഏതാണ്? കോട്ടയത്താണ് കേട്ടോ. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനം ലഭ്യമാക്കാൻ റോബോട്ടിനെ നിയോഗിച്ച ഗ്രാമപഞ്ചായത്താണ് ഏത്? എലിക്കുളം. ഈ എലിക്കുളം ഏത് ജില്ലയിലാണ്? കോട്ടയത്താണ്. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനം ലഭ്യമാക്കാൻ റോബോട്ടിനെ നിയോഗിച്ച എലിക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോട്ടയം. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസാണ് മിലൻ. 2024 വേദി എവിടെയാണ്? വിശാഖപട്ടണം. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസ് മിലൻ 2024 വേദി എവിടെയാണ്? വിശാഖപട്ടണത്താണ്. പട്ടികവർഗ വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് കാറ്റാടി. അപ്പോൾ എന്താണ് കാറ്റാടി പദ്ധതി? പട്ടികവർഗ വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് കാറ്റാടി. പട്ടികവർഗ വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് കാറ്റാടി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്നാണ് മിൽറ്റിഫോസിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്നിൻ്റെ പേരെന്താണ്? മിൽറ്റിഫോസിൽ. 2024 SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം നേടിയത് ആരാണ്? ജിഷ പി നായർ. 2024 SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ജിഷ പി നായർ. 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ M. തോമസ് മാത്യു. 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ M. തോമസ് മാത്യു. നമ്മുടെ SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ജിഷ പി നായരും. ബാലാമണിയമ്മ പുരസ്കാരം ആരാണ്? പ്രൊഫസർ M. തോമസ് മാത്യു. ലോകത്തിലാദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ലോകത്തിലാദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ജർമ്മനി. ലോകത്തിലെ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ജർമ്മനിയിലാണ്. നിലവിലെ പുതുച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണറാണ് കെ കൈലാസനാഥൻ. നിലവിലെ പുതുച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണറാണ് കെ കൈലാസനാഥൻ. സംസ്ഥാനത്ത് കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ പുറത്തിറക്കിയ ആപ്പാണ് കതിർ. സംസ്ഥാനത്ത് കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ പുറത്തിറങ്ങിയ ആപ്പ് ഏതാണ്? കതിറാണ്. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യമാണ് ജപ്പാൻ. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യമാണ് ജപ്പാൻ. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? ജപ്പാനാണ്. തീവ്രത കൂടെ ഓർത്തു വയ്ക്കുക. തീവ്രത എത്രയാണ്? 7.1 ആണ് കേട്ടോ. 7.1. സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി IPS. സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി IPS. നിലവിലെ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രിയാണ് CR പാട്ടീൽ. അപ്പം നിലവിലെ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ആരാണ്? CR പാട്ടീൽ. ജലശക്തി വകുപ്പ് മന്ത്രിയാണ് CR പാട്ടീൽ. CR പാട്ടീലിൻ്റെ വകുപ്പ് ഏതാണ്? ജലശക്തി. നിലവിലെ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രിയാണ് CR പാട്ടീൽ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? C. രാധാകൃഷ്ണനാണ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് C. രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് C. രാധാകൃഷ്ണൻ.
ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചതെന്നാണ് 2023 നവംബർ 23-നാണ്. അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചതെന്നാണ് 2023 നവംബർ മാസം 2023 നവംബർ മാസം 23-നാണ്. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? വിജയാമൃതം. അപ്പോൾ പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം. മനുഷ്യൻ്റെ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ബ്രിട്ടൻ. മനുഷ്യൻ്റെ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാഗസ്. അപ്പോൾ സാഗസ് പദ്ധതി എന്താണ്? ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാഗസ്. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാഗസ്. 2024 ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. 2024 ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. 2024 ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ഈസ്റ്റ് ബംഗാളാണ്. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാൾ. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാളാണ്. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളിയാണ് ആര്? SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. കേരളത്തിലെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഒറ്റത്തൂണുകളിൽ 6 വരിപ്പാത നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ മേൽപ്പാലം സ്ഥാപിച്ചത് എവിടെയാണ്? കാസർഗോഡാണ്. ഒറ്റത്തൂണുകളിൽ 6 വരിപ്പാത നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ മേൽപ്പാലം സ്ഥാപിച്ചത് എവിടെയാണ്? കാസർഗോഡാണ്. ഒറ്റത്തൂണുകളിൽ 6 വരിപ്പാത നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ മേൽപ്പാലം സ്ഥാപിച്ചത് എവിടെയാണ്? കാസർഗോഡാണ്. 2024 വിംബിൾഡൺ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാണ് കാർലോസ് അൽക്കാരസ്. 2024 വിംബിൾഡൺ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാണ് കാർലോസ് അൽക്കാരസ് ആണ് 2024 വിംബിൾഡൺ ഓപ്പൺ പുരുഷ വിഭാഗ ജേതാവ്. റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നക്തി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നക്തി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. അപ്പം നക്തി പക്ഷി സങ്കേതം ബീഹാർ. നക്തി പക്ഷി സങ്കേത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നക്തി പക്ഷി സങ്കേത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഒഡീഷയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി. ഒഡീഷയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആര്? മോഹൻ ചരൺ മാഞ്ചി. നിലവിലെ ഒഡീഷ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി. ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി എന്താണ്? ചിരിയാണ്. പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി സംഘടിപ്പിച്ച പരിപാടിയാണ് കെ-വാക്ക്. പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി സംഘടിപ്പിച്ച പരിപാടിയാണ് കെ-വാക്ക്. പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി സംഘടിപ്പിച്ച പരിപാടിയാണ് കെ-വാക്ക്. 2022 സരസ്വതി സമ്മാന ജേതാവാണ് ശിവശങ്കരി. 2022 സരസ്വതി സമ്മാന ജേതാവ് ആരാണ്? ശിവശങ്കരി. 2022 സരസ്വതി സമ്മാന ജേതാവാണ് ശിവശങ്കരി. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? മധ്യപ്രദേശ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല എവിടെയാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയാണ് തൃശ്ശൂർ. ഒളിമ്പിക്സ് ജൂറി അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മീർ. ഒളിമ്പിക്സ് ജൂറി അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബിൽക്കിസ് മീർ. ഒളിമ്പിക്സ് ജൂറി അംഗമായ
ആദ്യ ഇന്ത്യൻ വനിതയാണ് മിൽക്കി സ്മിർ. നമ്മളപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.